പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച മുമ്പ് ഞാൻ ജർമ്മനിയിൽ ഒരു ധ്യാനം കൊടുക്കുകയായിരുന്നു. അതിൽ ഒരു നൈജീരിയക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വേദന പങ്കുവെക്കുകയായിരുന്നു ഞാനുമായി. ഒരു കത്തോലിക്കനാണ്. നമുക്കറിയാം, നൈജീരിയ 48% ക്രിസ്ത്യാനികളാണ്, 12% കത്തോലിക്കർ, ബാക്കി മുസ്ലിങ്ങൾ ആണ്. എന്നാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകുന്നവരുടെ സ്ഥലങ്ങളിൽ ഒന്നാണ് നൈജീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ സെമിനാരി ഉള്ളതും അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മതപീഡനം, ക്രിസ്തീയ മതപീഡനം എന്ന് പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. ഈ മനുഷ്യൻ പറയായിരുന്നു, അവനെ ഒരു കുറ്റിയിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു. അതായത് പീഡിപ്പിക്കാൻ ആഗ്രഹിച്ചവർ, നമുക്കറിയാം, ഫുലാനി ഗ്രൂപ്പിൽപ്പെട്ടവർ, ഇവനെ ബന്ധിച്ചിട്ട ശേഷം അവന്റെ കൺമുമ്പിൽ വെച്ച് അവന്റെ ഭാര്യയെയും 3 പെൺമക്കളെയും ബലാത്സംഗം ചെയ്തു. ഭാര്യയെ വെട്ടി നുറുക്കി കൊന്നു. മാത്രമല്ല, ആ പെൺകുട്ടികളെയും കൊന്നു, അടിച്ചു കൊന്നു. 4 ആൺകുട്ടികളെ, 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കൈയും കാലും മുറിച്ച് അവസാനം തലയും വെട്ടി. അവൻ പറയായിരുന്നു, അതിനുശേഷം അവൻ ബോധരഹിതനായി. എങ്ങനെ അവൻ രക്ഷപ്പെട്ടു എന്ന് അവൻ തന്നെ അറിഞ്ഞുകൂടാ. എങ്ങനെയോ ആരുടെയോ സഹായത്താൽ ജർമ്മനിയിൽ എത്തുവാൻ സാധിച്ചു. ആരുടെയൊക്കെ പരസഹായത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു. അദ്ദേഹം ഒത്തിരി സ്നേഹത്തോടെ പറയുന്ന, അച്ഛന്റെ ധ്യാനം കൂടിയപ്പോൾ ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛാ, നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇന്നത്തെ മീഡിയകളൊന്നും പറയുന്നില്ല. അതായത് ക്രിസ്ത്യാനികളുടെ മാംസം കടയിൽ വിൽക്കുകയാണ്. അതായത് ആളുകൾ വന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ്, ഇറച്ചി മേടിക്കുന്ന പോലെ, കശാപ്പുശാല പോലെ. ഞാനപ്പോൾ ചോദിച്ചു, മനുഷ്യൻ ആ ഇറച്ചി തിന്നുമോ? മനുഷ്യന്റെ ഇറച്ചി തിന്നുമോ? അപ്പൊ അവൻ ചിരിച്ചോണ്ട് പറയാണ്, ഞങ്ങളുടെ പിതാമഹന്മാര് നരഭോജികളായിരുന്നുവെന്ന് അച്ഛൻ അറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാൻ പറയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ക്രിസ്തീയ മതമാണ്, ക്രിസ്തീയ മതവിഭാഗമാണ്. അതിൽ കൂടുതലും കത്തോലിക്ക മതവിഭാഗം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മക്കളെ. അതിന് കൂടുതൽ പ്രാർത്ഥിക്കണം. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കിയാൽ നൈജീരിയയിൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലും, ഉദാഹരണമായിട്ട് വടക്കേ കൊറിയ, സൊമാലിയ, ലിബിയ, എറിട്രിയ, യമൻ, നൈജീരിയ, പാകിസ്ഥാൻ, ബർമ്മ, സുഡാൻ തുടങ്ങിയ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ സുഡാനിൽ വെച്ച് നാട് കടത്തപ്പെട്ടവനാണ്. 2000 അവിടെ പ്രസംഗിക്കാൻ പോയതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറെ പീഡിപ്പിക്കപ്പെടുകയാണ് ഈ സ്ഥലങ്ങളെല്ലാം. 50 രാജ്യങ്ങളിൽ നടക്കുന്ന മതപീഡനത്തെ പറ്റി പറയുന്നത്, ഏറ്റവും ഹയസ്റ്റ് തലത്തിൽ, അതായത് ഹയസ്റ്റ് ലെവൽ പീഡനങ്ങൾ, മേൽത്തരം പീഡനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് ഏറെ വൈഷമ്യമേറിയതാണ് 50ഓളം രാജ്യങ്ങളിൽ. നിങ്ങൾ ഓർക്കണമേ, നിങ്ങൾ അടുത്ത നാളൊരു വിഷയങ്ങൾ പത്രദ്വാര, പ്രത്യേകിച്ച് ചില പത്രങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ബൊക്കോ ഹറാം, ഇസ്ലാമിക് തീവ്രവാദികൾ, ഐസിസ് തുടങ്ങിയവ ഒന്നിച്ചുകൂടി ആഫ്രിക്കയിലെ ക്രിസ്തീയ മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ലോകത്തിൽ ഇന്ന് ഏറ്റവും വളർന്നു പന്തലിക്കുന്ന കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭകൾ ഇന്ന് ആഫ്രിക്കയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് ഏറെ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം കോങ്കോ, അല്ലെങ്കിൽ റുവാണ്ട, ബുറുന്തി, കാമറൂൺ, ചാഡ്, റുവാണ്ട, ഇങ്ങനെ പല സ്ഥലങ്ങളിലും
കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭകൾ തഴച്ചു വളരുകയാണ്. അതിൽ അസൂയ പൂണ്ട നമുക്കറിയാം ഇസ്ലാം വിരോധി, ക്രിസ്തുമതത്തെ വെറുക്കുന്ന ഇസ്ലാം തീവ്രവാദികളാണ് ഇവയെല്ലാം നടത്തുന്നത് എന്നറിയാം. നമ്മൾ കാണുകയുണ്ടായി. അതായത് 2 ആഴ്ചക്ക് മുമ്പ് 20-ൽ-അധികം മെഡിക്കൽ സ്റ്റുഡൻസിനെ പിടിച്ചുകെട്ടി വണ്ടിയിലാക്കി നാട് കടത്തി എന്ന് നൈജീരിയയിൽ. അത് മിക്കവാറും നടക്കുന്ന സംഭവമാണ്. അച്ഛന്മാരെ, പാസ്റ്റർമാരെ അല്ലെങ്കിൽ കന്യാസികളെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ച് നാട് കടത്തുക എന്നത്, തട്ടിക്കൊണ്ടുപോവുക, നാട് കടത്തുക, രണ്ടും. അതിനിടയ്ക്ക് മർദ്ദിക്കുകയും വനത്തിൽ കൊണ്ട് വിടുകയും എല്ലാം ചെയ്യും. ആഹാരമൊന്നും കൊടുക്കാറ് കണ്ട്. പ്രിയമുള്ളവരെ, അവിടെ മരണ നിയമം, ശരിയാത്ത് തുടങ്ങിയ വഴിയായിട്ട് ക്രിമിനൽ കേസ് ഉണ്ടാക്കിയിട്ട് ആളുകളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവരെ ശിക്ഷിക്കുകയാണ്, തടങ്കലിൽ പാർപ്പിക്കുകയാണ്. തടങ്കലിലെ ശിക്ഷയൊക്കെ പണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലെയാണ്. നഖം പറിക്കുക, അല്ലെങ്കിൽ കൈവെട്ടുക, അടിക്കുക, പുറത്ത് ഉരുട്ട്, പണ്ടൊക്കെ നമ്മൾ ഉരുട്ട് എന്ന് പറയും. അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് ഓർക്കണമേ, മറന്നു പോകരുത്. അതെ, കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 70 ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്നു നൈജീരിയയിൽ. പ്രിയപ്പെട്ട, ഇതൊക്കെ ഓർക്കുമ്പോൾ ഏറെ വേദനയുണ്ട്. 365 ദശലക്ഷം ക്രിസ്ത്യാനികളാണ് ഇന്ന് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഈ ഹൈ ലെവൽ പീഡനം, ഉയർന്ന തരത്തിലുള്ള പീഡനങ്ങൾ. മാത്രമല്ല, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്. അതായത് അവരെ വിവേചനം നടത്തി അവരെ മാറ്റി നിർത്തുകയാണ്. ജോലി കൊടുക്കുകയില്ല, ഉയർന്ന സ്ഥാനങ്ങളൊന്നും കൊടുക്കില്ല ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട്. പ്രിയമുള്ളവരെ, കണക്കനുസരിച്ച് ലോകത്തിലെ ക്രിസ്ത്യാനികളിൽ 1/7 പേര് ഇപ്രകാരം സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. 1/7. ഇത് നമ്മൾ മനസ്സിലാക്കണേ, അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന്. 4998 പേരെ വധിച്ചു ഇക്കൊല്ലം തന്നെ എന്ന് ഓർക്കണം. നൈജീരിയയിലാണ് അതിൽ കൂടുതലും, 90% നൈജീരിയയിലാണ്. 14,766 പള്ളികളും സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു, തകർത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ വേദനയോടെ കർത്താൻ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ലേ? 3 ലക്ഷം പേർ നാട് കടത്തപ്പെട്ടു. നമുക്കറിയാം, അടുത്തൊരു നാളില് വലിയ മതപീഡനം നിക്കരാഗൗവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ഇന്ന് അവിടുത്തെ ഏകാധിപത്യം ആണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാം, മതസ്വാതന്ത്ര്യ വിരുദ്ധ നടപടികൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച നിക്കരാഗുവ ഭരണകൂടം അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും, അവിടുത്തെ അപ്പസ്തോലിക് നുൻഷ്യോ സഹിതം 3 ബിഷപ്പ്മാരെയും 136 വൈദികരെയും 91 കന്യാസികളെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാട് കടത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ നടക്കുന്ന നമുക്കറിയാം, നമ്മുടെ മദർ തെരേസ സിസ്റ്റേഴ്സിനെല്ലാം അവിടുന്ന് ഓടിച്ച കാര്യം നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നടക്കുന്നു. ഇനിയും അർമേനിയയിൽ നടക്കുന്ന പീഡനങ്ങളെപ്പറ്റി ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നിട്ടും നമ്മുടെ മീഡിയകളൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. മറ്റു ചില മതത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ മീഡിയയിൽ അത് വരും. ഇനി ഇതിനെതിരായിട്ട് നമുക്ക് മനുഷ്യാവകാശ സംഘടനകളൊന്നും മിണ്ടുന്നില്ല. നമുക്കറിയാം, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ സംഘടന വലിയ ബഹളമുണ്ടാക്കും. എന്നാൽ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മതത്തിലായിരിക്കാൻ പോലും സമ്മതിക്കാത്ത, പ്രസംഗിക്കുന്ന പോകട്ടെ, മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ പോകട്ടെ, ക്രിസ്ത്യാനികളായി ജീവിക്കാൻ പോലും അനുവദിക്കാത്ത മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടും ഈ UNOയോ ഈ പറയുന്ന വലിയ വലിയ രാജ്യങ്ങളായ കാനഡയോ അമേരിക്കയോ ഓസ്ട്രേലിയയൊക്കെ ചുമ്മാ ഇരിക്കുക. അവിടെയൊക്കെ അത് യുദ്ധങ്ങൾ നടത്താനൊക്കെ ആളുണ്ട്. എന്നാൽ ഈ ക്രിസ്തീയ വംശഹത്യക്കെതിരായിട്ടൊന്ന് മിണ്ടാനോ പറയാനോ ആരുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ആരുമില്ല. അവരുടെ നിലവിളി ആര് കേൾക്കാൻ കർത്താവല്ലാതെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ വചനം 10 മുതൽ, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ,
സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെപ്പറ്റി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. സഭയുടെ ആരംഭം മുതൽ ആ പീഡനമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയെല്ലാം പീഡനമുണ്ടായോ അവിടെയെല്ലാം കർത്താവിന്റെ സഭ അത് തഴച്ചു വളർന്നു നമുക്ക് മനസ്സിലാക്കും. ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും അത് താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. യോഹന്നാൻ 16-ാം അധ്യായം വചനം 2-3. പ്രിയപ്പെട്ടവരൊക്കെ സത്യങ്ങളാണ്. ക്രിസ്ത്യാനികളെ അവരെ കാഫർമാർ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊല്ലുന്നത് വലിയ ദൈവത്തെ ചെയ്യുന്ന ബലിയായിട്ട് അവർ കരുതുന്നത്. ഈ സന്ദർഭത്തിൽ മക്കളെ ഏറെ വികാരത്തോടെയും വേദനയോടെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടിയിട്ട്. ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കുന്നതിനായി ഇവർ നിലനിൽക്കുവാൻ. നിങ്ങൾക്കറിയാം, എന്റെ കൂടെ ഒരു പാമ്പിനെ തോളിൽ വിട്ട് കയ്യില് ചുണ്ടലിയുമായിട്ട് ബോംബെ എയർപോർട്ട് വെച്ച് കണ്ട ഒരു കത്തോലിക്കൻ, ഒരു ജർമ്മൻകാരൻ എന്റെ വചന ശുശ്രൂഷയിലൂടെ എപ്രകാരം മാനസാന്തരപ്പെട്ടു. അവിടെ വെച്ച് തന്നെ അവനെ മോനേന്ന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അതിനെ രണ്ടിനെയും ചവറ്റുകൊട്ടിൽ എറിഞ്ഞിട്ട് എന്റെ കൂടെ ഇരുന്നു. എയറോപ്ലെയിൻ വെച്ച് ഞാൻ സംസാരിച്ചു യേശുവിനെ പറ്റി. നമുക്കറിയാം, അതിനുശേഷം കർത്താവിന്റെ ബലിയിൽ പങ്കുകൊണ്ട് കർത്താവിന് ശരീരവും രക്തവും സ്വീകരിച്ച വലിയ മാനസാന്തരം. അവന് കത്തോലിക്കനായിരുന്നെങ്കിലും വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് ഒരു നാസ്തികനായിട്ട് നടന്നവനായിരുന്നു. അതിനുശേഷം എന്റെ കൂടെ ഗൾഫ് ദേശങ്ങളിലെല്ലാം പ്രസംഗത്തിനും പരിപാടികൾക്കും സുവിശേഷ പ്രഘോഷത്തിനും എല്ലാം ഉണ്ടായിരുന്ന നല്ല പയ്യൻ. അവനെ ഐശീസ് പിടിച്ചുകെട്ടി, നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്റെ നാവിൽ നിന്ന് തന്നെ കൈവെട്ടി പോകാൻ പറഞ്ഞ ആ കൈ യേശുക്രിസ്തു കർത്താവ് ഏറ്റു പറയുകയാണ് എന്ന്. കാരണം അവനോട് പറഞ്ഞത് യേശുവിനെ ഉപേക്ഷിച്ച് അള്ളായെ സ്വീകരിക്കുവാൻ. അതിനുശേഷം കാലുവെട്ടി, അപ്പോഴും അവൻ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൈയും കാലും വെട്ടിയ സമയത്ത് പ്രിയമുള്ളത് ദിക്സാക്ഷികൾ എഴുതാണ് എനിക്ക്. അതിനുശേഷം അവരെ കാണുകയും ഉണ്ടായി കഴിഞ്ഞ വർഷം. പരമുള്ളവരെ മാത്രമല്ല, അവസാനം അവർ തല വെട്ടി. അതെ, മുമ്പേ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ വെട്ടിയാൽ തലയും നീ കർത്താവാണ് യേശു എന്ന് ഏറ്റു പറയുമെന്ന്. ഇതുപോലെ ധൈര്യം അതിന് പീഡിപ്പിക്കപ്പെട്ടവർക്ക് കിട്ടാനായിട്ട് മക്കളെ പ്രാർത്ഥിച്ചേ മതിയാവും. ഏറെ പ്രാർത്ഥിക്കണം. കർത്താവിലേക്ക് ഹൃദയമുയർത്തി കുർബാനകൾ അർപ്പിച്ച് കുർബാനയുടെ സമയത്ത് ഒക്കെ ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. നമുക്കറിയാം, പീഡനങ്ങളെപ്പറ്റി കർത്താവ് ഈശോ പറയുന്ന ഒരു ഭാഗം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. അത് നമ്മൾ 11-ാം അധ്യായം വിശ്വാസത്തെപ്പറ്റി പറയുന്നതാണ്. അതായത് നടന്ന പീഡനങ്ങളെപ്പറ്റി പറയുകയാണ്. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ രക്തസാക്ഷ്യത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കുമായിരുന്നു. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാളുകളുടെയും കോലാളുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരും വേദനിക്കുന്നവരായി പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു. വനത്തിലും മലമുകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ നീ ഒരു നല്ല ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നതുകൊണ്ട് അത് ഈ ഭൂമിയിലുള്ളവർക്ക് നിങ്ങളെ സ്വീകരിക്കുവാൻ യോഗ്യതയില്ല. ഈ ഭൂമിക്ക് അതിന് യോഗ്യതയില്ല. അത്രമാത്രം തിന്മ വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആ തിന്മയുടെ അധിപൻ ആര്? നമുക്കറിയാം, പിശാചാണ് എന്ന്. ഈ പിശാചിനെ തല കുനിച്ചുകൊണ്ട് പോകുന്നവരാണെന്ന് ഭൂരിപക്ഷവും നമുക്കറിയാം. റോമാക്കാർക്ക് ലേഖനത്തിന്റെ അധ്യായം 11 വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഏലീശായുടെ കാലത്ത് അയാൾ മാത്രമേ അവശേഷിച്ചുള്ളൂ പ്രവാചകന്മാരിൽ. എല്ലാവരെയും ബാലിന്റെ പ്രവാചകന്മാർ കൊന്നൊടുക്കി. 450 പ്രവാചകന്മാര് ബാലിലുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ദൈവമേ, ഈ സഹനങ്ങളെല്ലാം എന്തുകൊണ്ട്, ഈ പീഡനങ്ങൾ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ എനിക്കായിട്ട്
7000 പേരെ മാറ്റിവെച്ചിട്ടുണ്ട്. അവർ ബാലിന്റെ മുമ്പിൽ കുമ്പിടാത്തവരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്ക് മുമ്പിൽ, തിന്മയുടെ അധിപനായ അന്ത്യക്രിസ്തുവിന് മുമ്പിൽ തലകുനിക്കാതെ യേശുക്രിസ്തുവിനെ തലകുനിച്ച് യേശുവെ രക്ഷക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹനങ്ങളുമായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ അവനോടുകൂടെ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് നോക്കുകയാണ് ആരൊക്കെയാണ് അവനായിട്ടുള്ളവരെന്ന്. അന്ന് 7000 പേരായിരുന്നുവെങ്കിൽ പൗലോസ് പറയാണ് അത് ഇന്നും അത് തുടരുകയാണ്. അവശേഷിച്ചിരിക്കുന്ന ഭാഗം ഏതാനും പേർ, ആ ഏതാനും പേരിൽ ഞാനും നിങ്ങളും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുക, ഉത്തമ ക്രൈസ്തവ ജീവിതം. ഞാൻ അതേപ്പറ്റി ഒരു ധ്യാനം തരികയുണ്ടായിരുന്നല്ലോ ഷെക്കീന ടെലിവിഷനില്. പ്രിയമുള്ള, ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടും, മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മളെ പീഡിപ്പിക്കും. പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങൾ. നമ്മൾ അതിൽ അസ്വസ്ഥരാകേണ്ട, കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ ഭയം നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയ മക്കളെ, ഈ സഹനിക്കുന്ന രക്തസാക്ഷികളുടെ സഹനം സഭയെ വളർത്തുന്നു. ആദിയിൽ വളർത്തിയതുപോലെ തന്നെ നമുക്ക് ഈ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സഭ തഴച്ചു വളരുകയാണ്. യൂറോപ്പിലും മറ്റും പോയി സഭ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും സഭ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സഭ ഒരിക്കലും നശിക്കില്ല. അവിടെ ഇവിടെ എവിടെയും വളർന്നുകൊണ്ടിരിക്കും. അത് നരകവാതിലുകൾ ഒരിക്കലും പ്രബലപ്പെടുകയില്ല. അപ്പൊ ഈ രക്തസാക്ഷികളുടെ രക്തം, അവരുടെ സഹനം, അവരുടെ വേദനകൾ സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇവരാരും തന്നെ യേശുവിനെ നിഷേധിച്ചു പറഞ്ഞിട്ടില്ല. അതായത് എനിക്ക് നിങ്ങൾക്കറിയാം, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഏറെ അടുപ്പമുണ്ട് എന്ന്. ഏറെ 13-12 വർഷത്തോളം അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായതുകൊണ്ട് ആളുകളുമായി ബന്ധമുണ്ട്. അവർ പറയുമായിരുന്നു, എപ്പോഴെല്ലാം ഏതെങ്കിലും ഇപ്രകാരം പീഡിപ്പിക്കുന്നവർ പിടിച്ചു കിട്ടിയോ അടിച്ചോ അത് വ്യഭിചരിക്കുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ അവരാരും യേശുവിനെ നിഷേധിച്ചു പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇത് വലിയൊരു കാര്യമാണ്. എനിക്കൊറ്റ റിപ്പോർട്ട് പോലും എന്റെ കയ്യിലില്ല. അവരെ പിടിച്ചു കെട്ടി മർദ്ദിച്ചപ്പോൾ, യേശുവിനെ നിഷേധിക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് പുറത്തടിച്ചപ്പോൾ, കൈവെട്ടിയപ്പോൾ, കാലുവെട്ടിയപ്പോഴെല്ലാം അവരാരും യേശുവിനെ നിഷേധിച്ചില്ല. അതുകൊണ്ട് മുറുകെ പിടിക്കാം മക്കളെ. നമുക്ക് ഞെരുക്കങ്ങളാണ്, പിടകളാണ്. ഈ 50-ൽ പരം രാജ്യങ്ങളിലാണ് മരപിടണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്. പള്ളികൾ തകർക്കുന്നത് നിങ്ങൾ കേട്ടു. അതുപോലെ തന്നെ അച്ഛന്മാരെ വെട്ടിക്കൊന്ന കഥകളൊക്കെ എല്ലാം വിവരിക്കാൻ ഈ ചെറിയ വീഡിയോയിൽ പറ്റില്ല. മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുവാൻ ഒരു വലിയ പരിശ്രമം രാഷ്ട്രീയ അധികാരികളിൽ കൂടി ഉണ്ടാകുന്നുണ്ട്. പിശാച് ഉപയോഗിക്കുന്ന പലപ്പോഴും അവരെയാണ്, അതുപോലെ മറ്റു മതസ്ഥരെ. പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കണം. ആ കർത്താവിന്റെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. നമ്മളെ കർത്താവ് കരങ്ങളിൽ താങ്ങിക്കൊള്ളുമെന്നുള്ളത് സത്യമാണ്. തലമുടി ഇര 4 പോലും നിലത്ത് വീഴാൻ അവിടുന്ന് അനുവദിക്കില്ലെന്ന് ഓർക്കണം. നമ്മുടെ പേരുകൾ അവന്റെ കൈപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഓർക്കണമേ. നമ്മളെ പറ്റിയുള്ള പത്രയും പ്ലാനും അത് കയ്യിൽ വച്ചുകൊണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനായ യേശുക്രിസ്തു എമ്മാനുവൽ ഉണ്ട് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ഈ പീഡിപ്പിക്കുന്നവരോട് വെറുക്കാതെ കർത്താവ് പറഞ്ഞ പോലെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ നാളുകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വേറെ ന്യൂസുകൾ. സത്യമാണ്, ഏറെ മുസ്ലിങ്ങൾ എന്തിനെ പീഡിപ്പിക്കുന്ന പല ആളുകളും ആ പൗലോസ്ലീഹായെ പോലെ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. അടുത്തിടയിൽ ഒരു വളരെ മനോഹരമായ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. അവനിങ്ങനെ നടന്നു പോവാണ്, കൊലപാതകയും കള്ളുകുടിക്കുന്നതും എല്ലായിരുന്നു. പെട്ടെന്ന് ഒരു സ്ഥലം, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അല്ലാഹ് ക്ഷമിക്കുകയോ? അവന് ചിന്തിക്കത്തില്ല. അത് ആ സ്വർഗത്തിൽ നിന്ന് എങ്ങനെ സ്വരം കേൾക്കാൻ പറ്റും? അത് പെട്ടെന്ന് അവൻ ഉള്ളി കേൾക്കുകയാണ്, നിനക്ക് വേണ്ടി ക്രൂശിതനായ അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തിയവനാണ് ഞാൻ നിന്റെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കി വെണ്മയുള്ള ഒരു ഹൃദയം നിനക്ക് തരുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇപ്രകാരം ധാരാളം മാനസാന്തരങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ഹൈന്ദവരുടെ ഇടയിൽ നിന്നുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുമുണ്ട്. അതും ക്രിസ്ത്യാനികളുടെ വെറുപ്പിനൊരു കാരണമാണ് എന്ന് നമുക്കറിയാം. ഇനിയും വേദനാജനകമായ ചില കേസുകളുമുണ്ട്. കുറെ ക്രിസ്ത്യാനികൾ, അവർക്ക് സന്തോഷമില്ല. അത് ആഫ്രിക്കയിലെങ്ങുമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ, ഒരു പക്ഷെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ
ക്രിസ്തു മതത്തോട് ഇഷ്ടമില്ലാതെ ഇസ്ലാമിൽ ചേർന്ന് മുസ്ലിം ആകുന്നവരുമുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ഖേദിക്കാം. അവർ ദൈവരാജ്യം തിരിച്ചു കിട്ടുവാനായിട്ട്, അവർക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. യേശു ഈ തഹനങ്ങളിലൂടെ ഒരു പുതിയ രാജ്യം, വാഗ്ദാനം ചെയ്ത പുതിയ രാജ്യം കെട്ടി ഉയർത്താൻ പോവുകയാണ്. അവൻ രക്ഷകനായി, നാഥനായി, കർത്താവായി, സംരക്ഷകനായി വരുന്ന ഒരു രാജ്യം അതിവിദൂരമല്ല മക്കളെ. സമയം അടുത്തു വരികയാണ്. അതിന്റെയൊക്കെ ഈ പ്രസവ വേദനയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാം. നമുക്ക് ദ്രോഹിക്കുന്നവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിട്ട് മാറട്ടെ. അങ്ങനെ നമുക്ക് കർത്താവിൽ ആഹ്ലാദിക്കാൻ സാധിക്കും. ആരും നമ്മളെപ്പറ്റി ഗവനിക്കുന്നില്ല. ഒരു സംഘടനകളും ഒരു പക്ഷെങ്കിൽ ഇതൊന്നും മുന്നിൽ കൊണ്ടുവരുന്നില്ല. ഒരു വാർത്താവിനിമയങ്ങളും കൊണ്ടുവരുന്നില്ലെങ്കിലും നമുക്ക് ഇതെല്ലാം കർത്താവിന് മുമ്പിൽ അർപ്പിച്ച് അനുദിനം പ്രാർത്ഥിക്കാം. അവർ സഹനത്തിൽ നിലനിൽക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, പീഡിപ്പിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിയുടെ മാനസാന്തരം ഉണ്ടാകാൻ ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈയിടെയെല്ലാം എന്റെ വീഡിയോകൾ നിങ്ങൾ കേൾക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനത് കൂടെ പറയാറില്ല മറ്റുള്ളവരെ പോലെ. ആ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പല വീഡിയോകളും ഞാൻ ഇനി ഇറക്കുന്നുണ്ട്. അത് ഇറങ്ങുമ്പോഴെല്ലാം നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഞാൻ എന്റെ അപേക്ഷയാണ്. നമുക്ക് ഈ അല്പസമയം കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷം ഞാൻ എന്റെ മക്കളോട് പങ്കുവയ്ക്കുകയായിരുന്നു മതപീഡനത്തെപ്പറ്റി. ഏറെ മതപീഡനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കാര്യമുള്ള കർത്താവ്, ഈ കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള കൃപ എല്ലാ ക്രൈസ്തവർക്കും കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങ് വിളിച്ച് അങ്ങേക്കായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളവരെ ആരെന്ന് എനിക്കറിയത്തില്ല, അങ്ങേക്കറിയാം കർത്താവെ. ബാലിന് മുമ്പിൽ, പിശാചിന് മുമ്പിൽ, പാപത്തിന് മുമ്പിൽ തലകുനിക്കാത്തവർ ആരെന്ന് അങ്ങേക്കറിയാം ഈശോയെ. അവരെ കൂട്ടിച്ചേർത്ത് അങ്ങയുടെ തിരുമാരുടത്തിൽ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കൃപ പരിശുദ്ധാത്മാവിലൂടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ധീരമായ മരണം വഴി, ധീരമായ രക്തസാക്ഷിത്വം വഴി ധാരാളം പേർ യേശുവിനെ അറിയുവാനും ഈശോയുടേതായി തീരുവാനും കൃപ കൊടുക്കണമേ കർത്താവെ. ഈ നിമിഷം ഞാൻ ഞങ്ങളുടെ ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീഡനം നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവ്, ഞങ്ങളെ വെറുക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹൈന്ദവരുടെ ഇടയിലും ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ അവരെയും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരൂ, അവർക്ക് സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കൂ. അങ്ങാകുന്നല്ലോ സത്യദൈവം, അങ്ങയുടെ ഏകശുദ്ധനായ ഈശോ ആയിരിക്കുന്നുവല്ലോ സത്യദൈവം. ആ വെളിപ്പെടുത്തൽ കൊടുക്കണമേ കർത്താവെ. അങ്ങനെ അവർ രക്ഷ പ്രാപിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറെ അധികം മതപീഡനം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ പ്രത്യേകിച്ച് അനുഗ്രഹം വർഷിക്കണമേ. അതുപോലെ സൊമാലിയ, ലിബിയ, എരിട്രയ, യമൻ, നൈജീരിയ, പാകിസ്ഥാൻ, ബർമ തുടങ്ങിയ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പ്രത്യേകിച്ച് അർപ്പിക്കുന്നു കർത്താവെ. അവിടെയെല്ലാമുള്ള മതപീഡനങ്ങളിൽ അങ്ങ് അവരുടെ കൂടി ഉണ്ടായിരിക്കണമേ. ഏറ്റവും വേഗം അങ്ങ് ആ മതപീഡനങ്ങൾക്ക് നിർത്തി അങ്ങ് ആഗ്രഹിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, ഇപ്പോൾ എന്റെ ഈ വചനം കേട്ടവരെയും എന്റെ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നവരെയും അങ്ങേ തിരുമാരുടത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുമ്പിൽ ക്രൂശതും. തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. അല്പം പോലും പിന്നിലേക്ക് പോകാതെ കർത്താവിനോട് നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ. നിങ്ങൾക്കറിയാം, ഇക്കൊല്ലം ഞാൻ എക്വഡോറ്, സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകേണ്ടതായിരുന്നു.
പക്ഷേ ഇന്റർനാഷണൽ പോലീസ് എന്നോട് പറഞ്ഞ് അവിടെങ്ങും പോകണ്ട, കാരണം എന്റെ പേര് ഐസിസിന്റെ ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് പോകാൻ പാടില്ല. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിർത്തി പോലീസുമായിട്ട്, അതിർത്തി സൈന്യങ്ങളുമായിട്ട് നല്ല സെക്യൂരിറ്റി അറേഞ്ച്മെന്റുകളിൽ പോകാൻ പറ്റും. അതുകൊണ്ട് ഈ 2 സ്ഥലത്തെയും ധ്യാനങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഞാൻ കാമറൂണിൽ പോകാനായിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്തതാണ്, വിസയും കിട്ടിയതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്തതായിട്ട് വന്നു. കാരണം എന്റെ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്നത് ഇപ്രകാരമുള്ള അന്തർദേശീയ പോലീസ് ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പീഡനമൊക്കെ സത്യമാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒന്നുചേർന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.